തേങ്ങയുടെ ലഭ്യത കുറയുകയും വില വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ വലിയ പ്രതിസന്ധിയിലാണ് ചെറുകിട മില്ലുകാർ. എണ്ണ ഉൽപ്പാദനത്തിനായി തേങ്ങ ലഭിക്കാതായതോടെ മില്ലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണവർ. ഇത് തുടർന്നാൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുമെന്ന അവസ്ഥയാണ്. തേങ്ങയുടെ ലഭ്യത കുറയുകയും വെളിച്ചെണ്ണ വില ലക്ഷ്യമില്ലാതെ കുതിക്കുകയും ചെയ്യുന്നതോടെ പ്രതിസന്ധിയിലാകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പുറമെ പരമ്പരാഗതമായി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ചു വരുന്ന ചെറുകിട മില്ലുകാർ കൂടിയാണ്. തേങ്ങ വില കുതിക്കുന്നത് മൂലം നാളിതുവരെ അനുഭവിക്കാത്ത വലിയ പ്രതിസന്ധിയിലാണ് ചെറുകിട മില്ലുകാർ. കേരളത്തിൽ കേര കർഷകരുടെ എണ്ണം കുറഞ്ഞതുമൂലം തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതോടെ പല മില്ലുകാരും അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ വ്യതിയാനം മൂലം തമിഴ്നാട്ടിലും കർണാടകയിലും തേങ്ങയുടെ ലഭ്യത കുറഞ്ഞത് പ്രതിസന്ധി രൂക്ഷമാക്കി. കേരം തിങ്ങും കേരള നാട്ടിൽ നാളികേരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറുകിട മില്ലിന് ഇപ്പോൾ വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. പക്ഷേ അവരെല്ലാവരും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തേങ്ങ വരുന്നില്ല. കൂടാതെ ഏറ്റവും കൂടുതൽ നാളികേരം വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ്. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം അടക്കം അവിടെയും തേങ്ങ കുറവാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഈ നാളികേരത്തിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള തേങ്ങാപ്പീര, തേങ്ങാ പൗഡർ, തേങ്ങാപ്പാൽ, പിന്നെ തേങ്ങയായിട്ട് തന്നെ മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ ഒരുപാട് എക്സ്പോർട്ട് കയറിപ്പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ കൊപ്രയ്ക്കോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കുള്ള തേങ്ങ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചതും തേങ്ങയുടെ ലഭ്യത കുറച്ചു. കഴിഞ്ഞ വർഷത്തെ കൊടുംചൂടും തേങ്ങ ഉൽപ്പാദനം കുറയാൻ മറ്റൊരു കാരണമാണ്. തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് പുറമെ കർഷകർ തെങ്ങിനെ പരിപാലിക്കുന്നത് കുറഞ്ഞതും ഉൽപ്പാദനം കുറയാൻ കാരണമായി. ഇതോടെ മതിയായ തേങ്ങ ലഭിക്കാതെ മില്ലുകൾ അടച്ചുപൂട്ടേണ്ടെന്ന ഗതികേടിലാണ് ചെറുകിട മില്ലുടമകൾ. മില്ലുകാർ പ്രതിസന്ധിയിലായതോടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തങ്ങളുടെ തൊഴിലും നഷ്ടമായി. ഈ നില തുടർന്നാൽ വെളിച്ചെണ്ണ വില സമാനതകളില്ലാത്ത കുതിപ്പിലേക്ക് നീങ്ങും. അതിനാൽ തന്നെ വെളിച്ചെണ്ണയില്ലാത്ത അടുക്കളകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത മലയാളികൾക്ക് വരുന്ന ഓണക്കാലം വറുതിയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള നാളുകൾ സമ്മാനിക്കുമോ എന്ന ആശങ്ക മാത്രമാണ് ബാക്കിയാകുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.